ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. പച്ചക്കറിയുമായിട്ട് വന്ന വസുന്ധരയെ നോക്കുകയാണ് ആദിയും അരുണും. എന്നാലും അമ്മ എന്തിനാ ഇത്രയും പച്ചക്കറി വാങ്ങിയതെന്നാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് അരുൺ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, ഞാൻ കരുതി അവനൊരു സഹായമാകട്ടെ എന്ന്. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? ഞാൻ കൊടുത്ത കാശ് അവൻ ഒരു ഭിക്ഷക്കാരന് കൊണ്ട് കൊടുത്തു. അവന് അങ്ങനെ തോന്നിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. എന്തെന്നാൽ അവന് എല്ലാ കമ്പനിയിലെ ജോലികളും തടഞ്ഞത് ഞാനല്ലേ. അത്രയ്ക്കും ലാളിച്ചല്ലേ ഞാൻ അവനെ വളർത്തിയത്. അവൻ ആരുടെയും കീഴിൽ ജോലി ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. അമ്മയ്ക്ക് അവനെ തിരിച്ചു വിളിച്ചുകൂടായിരുന്നോ എന്ന് ആദി ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, ഞാൻ അവനെ വിളിച്ചതാ, പക്ഷെ അവൻ വരാൻ കൂട്ടാക്കിയില്ല. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, അമ്മയ്ക്ക് ശ്യാമയും കൂടി വിളിച്ചുകൂടായിരുന്നോ? നമുക്ക് നമ്മുടെ അകിയുടെ സന്തോഷമല്ലേ വലുത്. അപ്പോ ശ്യാമയും കൂടി അമ്മ വിളിക്കണമായിരുന്നു. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, അതൊരിക്കലും നടക്കാനേ പോകുന്നില്ല. അവളെ എൻ്റെ കുടുംബം തകർക്കും. അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കില്ല. എങ്ങനെ ശ്യാമ കുടുംബം തകർക്കുമെന്നാ അമ്മ ഈ പറയുന്നത്? അത് പിന്നെ അത് ഒന്നുമില്ലെന്ന് വസുന്ധര പറയുമ്പോൾ അരുൺ ആദിയോട് ചോദിക്കുകയാണ്, ഏട്ടാ, ഏട്ടനെങ്കിലും കാര്യം പറ. അതുമോനെ, അമ്മ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഇത് കേൾക്കുന്ന അരുൺ മനസ്സിൽ പറയുകയാണ്, ഇവരെന്താണെങ്കിലും എല്ലാ രഹസ്യങ്ങളും എന്നിൽ നിന്നാ മറയ്ക്കുന്നത്. അതിന്റെ അർത്ഥം ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച ഒരു രഹസ്യമാണ് ഈ വീട്ടിലിപ്പോ എല്ലാവർക്കും അറിയാവുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. എനിക്ക് വേണ്ടിയാണ് അഖിൽ സാറ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ണ, നീ അഖിൽ സാറിനെ കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ. അതേസമയം അഖിൽ അങ്ങോട്ടേക്ക് വരുന്നു. അഖിലിന്റെ മുഖത്തെ വിഷമം കണ്ടിട്ട് ശ്യാമ ചോദിക്കുകയാണ്, എന്ത് സാർ, എന്തു പറ്റി? പച്ചക്കറി കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? സാറിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? അത് പിന്നെ ഇന്നമ്മ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് വസുന്ധര പച്ചക്കറി വാങ്ങിയതും പണം കൊടുത്തതും ആ പണം ഭിക്ഷക്കാരന് കൊടുത്തതും എല്ലാ കാര്യങ്ങളും അഖില് ശ്യാമയോട് പറയുകയാണ്. സാറിന് അമ്മ വിളിച്ച സ്ഥിതിക്ക് ഒന്ന് വീട് വരെ പോയിക്കൂടായിരുന്നോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് ദേഷ്യപ്പെടുകയാണ്. എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എനിക്ക് തലവേദന എടുക്കുന്നെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ മനസ്സിൽ പറയുകയാണ്, ഞാൻ കാരണമാ ഈ അമ്മയും മകനും ഇങ്ങനെ പിരിഞ്ഞു കഴിയുന്നത്. എൻ്റെ കണ്ണ, നീ തന്നെ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ. തുടർന്ന് ശ്യാമ പറയുകയാണ്, അതെ, എനിക്കൊരു മാജിക് അറിയാം. അഖിൽ സാർ ചെന്ന് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആയിട്ട് വാ. പിന്നീട് കാണിക്കുന്നത് ശ്യാമ അഖിലിനെ പിടിച്ച് പുറത്തിരുത്തിയിട്ട് അഖിലിന്റെ തലയിൽ എണ്ണ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നല്ല കുളിർമയൊക്കെ തോന്നുന്നുണ്ടെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, നാട്ടിൻപുറത്തെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ ജോലി കഴിഞ്ഞു വരുമ്പോ അവർക്കൊരാശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നതാ ഇത്. അച്ഛന് എപ്പോഴും അമ്മ ചെയ്തു കൊടുക്കാറുണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, ഇങ്ങനെ പോയാൽ ഞാനും ഇതിന് അഡിക്റ്റ് ആകുമെന്നാ തോന്നുന്നത്. തുടർന്ന് ശ്യാമ പറയുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറ് ദേഷ്യപ്പെടരുത്. എന്നാലും സാർ ഇന്ന് കാണിച്ചത് ശരിയായില്ല. ആ പൈസ ഭിക്ഷക്കാരന് കൊടുക്കണ്ടായിരുന്നു. അമ്മ നമ്മളെ സഹായിക്കാൻ ശ്രമിച്ചതാണെന്ന് സാറിന് മനസ്സിലായതല്ലേ? എനിക്കറിയാം അമ്മയ്ക്ക് ഞാനില്ലാതെ ഒരു സമാധാനവും ഉണ്ടാകില്ലെന്ന്. ഞാനില്ലാത്ത സമയത്തൊക്കെ ഉരുകി ഉരുകിയാകും അമ്മ ജീവിക്കുന്നത്. ഇത് കേൾക്കുന്ന ശ്യാമ ചോദിക്കുകയാണ്, അമ്മയെ ഇത്രയുമൊക്കെ അറിയാവുന്ന മകനാണോ അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ മകന്റെ സന്തോഷവും സമാധാനവുമാണ് എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നതെങ്കിലേ തന്നെയും കൂടെ തിരിച്ചു വിളിച്ചേനെ. എല്ലാം ശരിയാകും അഖിൽ സാർ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അമ്മ ഒരിക്കൽ മനസ്സിലാക്കും. എന്നാൽ അന്ന് മാത്രമേ അമ്മയോടൊപ്പം ഈ മകൻ ആ വീട്ടിലുണ്ടാകൂ. തുടർന്ന് ശ്യാം അടുക്കളയിലേക്ക് പോയിട്ട് അഖിലിന് കുളിക്കാനുള്ള വെള്ളവുമായിട്ട് വരികയാണ്. സാറ് ഷർട്ട് ഊരികെ, ഇന്ന് ഞാനാ സാറിനെ കുളിപ്പിക്കാൻ പോകുന്നത്. ഏ, അതൊന്നും വേണ്ട. ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? താൻ പൊക്കെ, തനിക്ക് അവിടെ അടുക്കളയിൽ ജോലിയൊക്കെ ഉള്ളതല്ലേ. വേണ്ട, ഇന്ന് എൻ്റെ ബാലഗോപാലിനെ ഞാൻ കുളിപ്പിച്ചോളാമെന്ന് പറഞ്ഞ് അഖിലിന്റെ ഷർട്ട് ഊരി മാറ്റുകയാണ് ശ്യാമ. അങ്ങനെ അഖിലിനെ പിടിച്ചിരുത്തി കുളിപ്പിക്കുകയാണ് ശ്യാമ. എടോ, ഞാൻ കുളിച്ചോളാമെന്നൊക്കെ അഖില് പറയുന്നുണ്ടെങ്കിലും ശ്യാമ അതിനൊന്നും സമ്മതിക്കുന്നില്ല. തുടർന്ന് ശ്യാമ ചെറുപയറു പൊടി എടുത്തുകൊണ്ടുവന്ന് അഖിലിന്റെ ദേഹത്തൊക്കെ തേച്ചു കൊടുക്കുകയാണ്. തുടർന്ന് അഖില് ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ശ്യാമയോട് അഖില് പറയുകയാണ്, ഇന്നെന്നെ കുളിപ്പിച്ചത് താനാ. തലയിൽ എണ്ണ വെപ്പിച്ചു തന്നതും താൻ തന്നെയല്ലേ. അതുകൊണ്ട് ഈ കഞ്ഞിയും താൻ തന്നെ അങ്ങ് കോരിത്തന്നാ മതി. അതിനെന്താ, എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് അഖിലിന് കഞ്ഞി കോരി കൊടുക്കുകയാണ് ശ്യാമ. തുടർന്ന് അഖില് പുഞ്ചിരിയോടെ ശ്യാമയെ തന്നെ നോക്കിയിരിക്കുന്നു. ശ്യാമയുമായുള്ള ഓരോരോ നല്ല നിമിഷങ്ങളും ഓർത്ത് അങ്ങനെ അവര് പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് ശ്യാമ പറയുകയാണ്, അതെ, കഞ്ഞി തണുത്തു പോകുന്നുണ്ട്. ഞാനേ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നും ക്ഷേത്രത്തിൽ ഇങ്ങനെ വിശേഷാൽ പൂജ ഉണ്ടാകണേ എന്ന്. അപ്പോ പിന്നെ എന്നും അച്ഛനും അമ്മയും ആരും ഇവിടെ ഉണ്ടാകില്ലല്ലോ. ഞാൻ എന്താനും മാത്രം. അപ്പോ എത്ര വേണമെങ്കിലും ഇങ്ങനെ കണ്ണും കണ്ണും നോക്കി ഇരിക്കാലോ. ഈ സാറിന്റെ ഒരു കാര്യമെന്ന് ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അഖില് ഉറങ്ങാൻ കിടക്കുന്നതാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും സാറിന്റെ ക്ഷീണമെല്ലാം മാറും. നന്നായി ഉറങ്ങിക്കോളാൻ അഖിലിനോട് ശ്യാമ പറയുമ്പോ അഖില് പറയുകയാണ്, താൻ എന്നെ കുളിപ്പിച്ചു, ആഹാരവും വാരിത്തന്നു. ഇനി ഉറങ്ങണമെങ്കിലും താൻ തന്നെ വിചാരിക്കണം.
താൻ എനിക്ക് ഒരു പാട്ട് പാടിത്തരണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങും. ഇപ്പോഴോ പാട്ട് പാടാനോ? അതിനെന്താ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. താൻ പാട്. എൻ്റെ ഭാര്യ ഇത്രയും വലിയ പാട്ടുകാരിയായിട്ട് ഭർത്താവിന് വേണ്ടി ഒരു പാട്ട് പോലും പാടില്ലേ? അങ്ങനെ ശ്യാം അഖിലിനെ പാട്ട് പാടി ഉറക്കുകയാണ്. അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാ. പക്ഷേ എനിക്ക് വേണ്ടിയല്ലേ അമ്മയുമായിട്ട് ഇങ്ങനെ അകന്നു കഴിയുന്നത്. പാവം, ഇപ്പോൾ ഹൃദയം വേർപെടുത്തിയ വേദനയാണ് അമ്മയ്ക്കും മകനും. ആ അമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഒരമ്മയുടെ വാത്സല്യം, ഭാര്യയുടെ സ്നേഹം എല്ലാം ഞാൻ തന്നെ കൊടുക്കും. എൻ്റെ ജീവൻ കൊടുത്തും സ്നേഹിക്കും. അതിനു മാത്രമേ എന്നെ കൊണ്ടാകൂ എന്ന് പറഞ്ഞ് അഖിലിന്റെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയാണ് ശ്യാമ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ വിളക്ക് കൊളുത്തി തൻ്റെ കണ്ണൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് ഞാൻ സംഗീത ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. കണ്ണ, നീ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ശ്യാമ തിരിയുമ്പോൾ കാണുന്നത് ജയന്തിയാണ്. എന്താണെങ്കിലും നീ പ്രാർത്ഥിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാനേ പോകുന്നില്ല. നീ കണ്ടോ, നിന്റെ സംഗീത ക്ലാസ് എനിക്കൊരു ശല്യമായി വന്നാലേ എല്ലാത്തിനെയും ഞാൻ ഇവിടെ നിന്ന് അടിച്ചോടിക്കുമെന്ന് ജയന്തി പറയുന്നു. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ദേവകി പറയുകയാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്ക്. വേണ്ടി വന്നാ നിന്നെ അടിക്കുക വരെ ഞാൻ ചെയ്യുമെന്ന് ദേവകി പറയുമ്പോൾ പേടിയോടെ ദേവകിയെ നോക്കുകയാണ് ജയന്തി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ്സ് ക്രിയേഷൻസ്.